ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും നമ്മളൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്തവണ കുർത്ത സെറ്റ് അല്ല, നമ്മൾ കിച്ചണിലോട്ട് ആവശ്യമായ കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. മീഷോ കുർത്ത ഹോൾ വീഡിയോ ചെയ്തതിന് ഒരുപാട് കമൻസും ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളും വ്യൂസും കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും വെച്ചാൽ എല്ലാവർക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം കേട്ടോ. അതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവർ കാണുന്നുണ്ടെങ്കിൽ അവരോട് ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പം നമ്മൾ ഇത്തവണ മീഷോൻ്റെ ഹോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കിച്ചണിലെ കുറച്ച് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. എപ്പോഴും നമ്മൾ കുറച്ച് തന്നെ പിടിച്ചാൽ ശരിയാവില്ലല്ലോ, കുറച്ച് അല്ലാത്തതൊക്കെ പിടിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഈദൊക്കെ അല്ല വരുന്നത്, അതിലോട്ട് വേണ്ട കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു സ്ട്രോ ആണ് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ട്രോ ആണ് വരുന്നത്. നമുക്ക് റീയൂസ്ഡ് ചെയ്യാവുന്ന പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ സ്ട്രോ. നല്ല സ്റ്റീലിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടത്. ഇതിനൊരു ബ്രഷും വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്യണമെങ്കിലൊക്കെ ഒരു ബ്രഷ് അതിനുള്ളിലിട്ടിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ 4 പീസാണ് വരുന്നത്. ബ്രഷ് അടക്കം 5 പീസാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ ക്ലീനറും ഒക്കെ ഉണ്ടായത് കൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. കാരണം സ്ട്രോക്കും ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ സ്ട്രോക്ക് അവർ വാശി പിടിക്കുന്നതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അവിടെ തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന, ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ എടുത്ത് വെക്കാൻ പറ്റുന്നൊരു സ്ട്രോ ആണല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ കാലം യൂസ് ആക്കാൻ പറ്റുന്നൊരു ഐറ്റമാണല്ലോ. അതുകൊണ്ട് എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മേടിച്ച് വെക്കണം, നല്ലതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാക്കണം ജസ്റ്റ് ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടിയിട്ടുള്ളതും. 117 രൂപയാണ് നമ്മൾ മേടിച്ച സമയത്തുള്ള റേറ്റ് കേട്ടോ. ഇപ്പം ഓഫറുണ്ട്, 15 to 19 വരെയുള്ള ഓഫറുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാഷ് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം റേറ്റ് വരുന്നത് 106 രൂപയാണ് കേട്ടോ. ഫ്രീ ഡെലിവറിയും ആണ്, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് മേടിച്ചേക്കാം. കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മേടിച്ചേക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് ക്ലീൻ ചെയ്താൽ മതി. അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു പൈൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാറിലിട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ നേരെയുള്ള സ്റ്റീലിൻ്റെ സ്ട്രോ ഉണ്ട്, ജസ്റ്റ് വളഞ്ഞിട്ടുള്ളത് കൊണ്ട് കേട്ടോ. ഏത് രൂപത്തിലുള്ളതാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. മോന് പറയാൻ അടിപൊളിയാണ്, സൂപ്പറാണൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്തായാലും ഞാൻ താഴെ കൊടുക്കുക ലിങ്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മീഷോയിലുണ്ട്. പെട്ടെന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറിൽ തന്നെ കിട്ടും. അല്ലെങ്കിലും വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത സംഭവം തന്നെ, ഓഫറിൽ മേടിക്കണമെന്നില്ല. കാരണം 117 രൂപ വലിയ എമൗണ്ട് ഒന്നല്ലല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു ചോപ്പ് സ്റ്റിക്ക് ഹോൾഡറാണ് കേട്ടോ. നമുക്ക് സ്പൂണും കത്തിയും ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡാണ് ഇത്തവണ നമ്മൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കത്തിയും സ്പൂണും ഒക്കെ വലിച്ചു വാരി അവിടെ ഇവിടെയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഒരുപാട് ഐറ്റംസ് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന പറ്റുന്നൊരു ഇതന്നെയാണ് കേട്ടോ. കുറേ ഉണ്ട് അതിൻ്റെ സ്റ്റോറേജ്. നിങ്ങളുടെ ബേക്കിലായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ടും ഹാങ് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിന്മേൽ, ഒരുപാട് സ്പേസ് ഉണ്ട്. വലിയ റേറ്റും ഇല്ല. 181 രൂപയാണ് കേട്ടോ നമ്മൾ മേടിച്ച സമയത്തുള്ളത്. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഓഫറിലാണ്. 170 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണെന്ന് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ
ഇഷ്ടം പോലെ സ്പേസ് ഇട്ടിട്ട് നല്ല പോലെ സ്പേസ് ഉണ്ട്. നമുക്ക് കിച്ചണൊന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലൊരു സാധനമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ എടുത്തിടുന്നവരാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് വെക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും. അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കാണ്, കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. പിന്നെ വാട്ടറൊക്കെ പോകാനുള്ള വെള്ളമൊക്കെ പോകാനൊക്കെ ഉള്ള അടിയിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല, വാട്ടറൊക്കെ പോയിക്കോളും. അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, അടിപൊളി ആയിക്കോട്ടോ. സ്പൂണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊളുത്തിട്ടാനൊക്കെ പറ്റുന്നത് സംഭവമൊക്കെ ഉണ്ട് ടൈമിന്. എന്തായാലും ആ റേറ്റിനല്ല, ഇതിൽ 200 രൂപ കൊടുത്താലും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് മീഷോന്ന് മേടിച്ചിട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു വാൾപേപ്പറാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു വാൾപേപ്പറാണ് കേട്ടോ. ഫോയിൽ വാൾപേപ്പറാണ്. ഫോയിൽ എന്ന് പറഞ്ഞാൽ വലിയ കട്ടി ഉണ്ടാവില്ല. ഫോയിൽ എന്ന് പറഞ്ഞാൽ ഫോയിൽ പേപ്പറൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു വലിയ കട്ടില്ലാത്ത എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ട് വരുന്നതാണ്. പിന്നെ ഗെറ്റ് വൺ ഫ്രീ ആണ്. ഗെറ്റ് വൺ ഫ്രീ ഉള്ള ഒരു വാൾപേപ്പറാണ് കേട്ടോ. ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഒന്ന് പൊട്ടിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. അവരതിൽ കൊടുത്തിട്ടുള്ളത് മാർബിൾ വാൾപേപ്പർ എന്നാണ് കേട്ടോ. നമുക്ക് കിച്ചണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. കിച്ചൺ ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഓഫീസ് റൂം ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ടാണെന്ന് അവർ പറയുന്നത്. പിന്നെ വാട്ടർ പ്രൂഫാണ്, ഒന്നും അയക്കും കാര്യങ്ങളും എന്തെങ്കിലും തെറിച്ചാലോ കിച്ചണിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്ക് ജസ്റ്റ് തൊടിച്ച് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇതിലുള്ളത്. അതിനനുസരിച്ച് എനിക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്ത് കാണിച്ചു തരാം, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരട്ടെ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരികയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 227 ആണ്. ഇപ്പോൾ റേറ്റ് വരുന്നത് 220 ഓഫർ പ്രൈസാണ് കേട്ടോ. നമുക്ക് അങ്ങനെ മേടിക്കുകയാണെങ്കിൽ മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് യൂസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു പശ ഉണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പറിച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. എവിടെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. അത് അതിന് തന്നെ പശ ഉണ്ടായത് കൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് പശയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉപകാരമാവെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ. വലിയ കട്ടിയില്ല കേട്ടോ, തിന്നായിട്ടാണ്. ഫോയിൽ വാൾപേപ്പർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല കട്ടി ഉണ്ടെന്നൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം കട്ടിക്കാണ് വരുന്നത്. ഫോയിൽ വാൾപേപ്പർ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിലുണ്ടാവുക കേട്ടോ. ഒന്ന് നോക്കാം. പിന്നെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. എനിക്ക് യൂസ് ആവും, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ ഇതാക്കണം, മറ്റേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ബോക്സിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ വൃത്തികേടാവുന്നതിനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ തട്ടൊക്കെ അല്ലേ, തട്ടും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഗ്യാസിൻ്റെ ആ ഭാഗമൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തന്നിട്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ രണ്ട് പീസ് നമുക്കിപ്പം വന്നതാണ് കേട്ടോ. അത് നമ്മൾ പൊട്ടിച്ച് യൂസ് ആക്കിയിട്ടില്ല, പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെയുള്ളൊക്കെ യൂസ് ആക്കിയതിന് ശേഷമുള്ള റിവ്യൂ ആണ്. അതുകൊണ്ട് ഞാനിത് വേറെ തന്നെ പറയുന്നത് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ആവശ്യമായിട്ട് ഉള്ള ബോക്സാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. പാക്ക് ഓഫ് 5 ആണ് കേട്ടോ. 5 പീസ് വരുന്നുണ്ട്. അതിനുള്ള മൂടിയും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് കേട്ടോ. നല്ല അഫോർഡബിളാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും ഒക്കെ എൻ്റെ പാക്കിങ്ങും അടിപൊളിയായിരുന്നു. ഡാമേജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നമ്മൾ ഫ്രിഡ്ജിൽ എന്തായാലും ഒക്കെ കൂടി അലങ്കോലമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഞാൻ വെക്കൽ സാധാരണ എൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ അറിയുന്നില്ല, അത്രയ്ക്ക്
ഒരു ഇതിലാണ് എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ എടുക്കുക. പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെയാണ് ഉണ്ടാവുക. നമുക്ക് വൃത്തി ഉണ്ടാവില്ല ഫ്രിഡ്ജൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സ് മേടിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഉപകാരപ്പെടും തീർച്ചയാണ്. മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മീറ്റ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ബോക്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഓരോരുത്തർക്ക് ഓരോ കൺഫ്യൂഷൻ. നമുക്ക് വീഡിയോ എങ്ങനെ കണ്ടാലും ഞാനിത് എടുക്കുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് മനസ്സിലാവും. പക്ഷെ നിങ്ങളിത് വേറെ കാണുമ്പോൾ ഇത് എങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ക്വാളിറ്റി എന്ന് എന്തായാലും എനിക്ക് മനസ്സിലാവില്ല. അതെനിക്ക് മനസ്സിലാവും. അത് എന്തായാലും പറയേണ്ട ആവശ്യമില്ല, അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു ഐറ്റമാണിത്. എന്തായാലും എനിക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നത് ഒരു ഐറ്റമാണല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, എന്താ പറയുക എനിക്കറിയില്ല, എന്തോ ഒരു സംഭവമുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ വെജിറ്റബിളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കുമ്പോഴേക്ക് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല, ഒരു വെള്ളം വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ കഴുകിയിട്ട് വെക്കുകയാണെങ്കിലൊക്കെ തന്നെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ വെള്ളം എന്തായാലും വരും. അന്നപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിലോട്ടും വെജിറ്റബിളിലോട്ടും തട്ടാതെ ആ സ്ട്രെയിനായിട്ട് നമുക്ക് ആ വെള്ളം അതിലോട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾക്കും വെള്ളം ഉണ്ടാവില്ല, താഴത്തായിരിക്കും വെള്ളം ഉണ്ടാവും. അത് നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റുന്നൊരു ആണ് കേട്ടോ. അപ്പോൾ താഴത്തായിട്ട് അപ്പോൾ ഫ്രൂട്ട്സിലേക്ക് വരില്ല. ഫ്രൂട്ട്സിലേക്കും വെജിറ്റബിൾക്കും മീറ്റിലേക്കും ഒന്നും അങ്ങനത്തെ സാധനത്തിലേക്കൊന്നും വെള്ളം തട്ടാതെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലത്തെ ഒരു മൂടിയൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ലോണം അടപ്പുള്ള നല്ലൊരു സംഭവം തന്നെ കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഡിസൈനും കാര്യവും ബോക്സും വൃത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 262 രൂപയാണ്. ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, കുർത്തൻ്റെ വീഡിയോയിലൊക്കെ പറയലുണ്ട്, പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് റേറ്റ് മേ ബി കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. മാക്സിമം കുറയാട്ടോ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഈ മന്ത് വാങ്ങിയില്ല, നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ഇഷ്ടംപോലെ റേറ്റ് കുറയും. അതാണ് മീഷോൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടത്. ഇഷ്ടംപോലെ കുറഞ്ഞിട്ടായിരിക്കും റേറ്റ് വരിക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റ് അല്ലല്ലോ നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. ശരിക്കും അങ്ങനെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കൂടും. പക്ഷേ കൂടാൻ ഇല്ല കുറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഓഫർ പ്രൈസിലായതുകൊണ്ട് കുറച്ചധികം കുറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി. ഞാൻ പിന്നെ ഉള്ള റേറ്റ് തന്നെ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓഫർ പ്രൈസ് കൊടുത്താൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞ റേറ്റ് അല്ലല്ലോ അതിനുള്ളതെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓഫർ പ്രൈസും അതുപോലെ തന്നെ മറ്റേ പ്രൈസും ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. എന്താണ് സംഭവം കളറായിട്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. 200-ക്കൊക്കെ എന്തൊരു വേത്താണെന്നുള്ള എനിക്ക് പറയണമെന്നില്ല, എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നല്ലൊരു 5 പീസ് നമുക്ക് കിട്ടുന്നില്ലേ. നമുക്ക് ഫ്രിഡ്ജൊന്ന് നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെ ആയിക്കിട്ടില്ലേ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് കിടക്കാം കേട്ടോ. ഇതും അതിൻ്റെ കൂടെ തന്നെ ഈ സമയം വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഈ ചാവിയും കീകളില്ലേ, കീയൊക്കെ നമ്മൾ ഇനി വണ്ടീൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എവിടെയെങ്കിലും വീടിൻ്റെ ചാവിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മിസ്സാവും. നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് റൂമിലോട്ട് കയറുമ്പോൾ നമ്മൾ എവിടെ ചാവി വെച്ചൊന്നൊക്കെ മിസ്സാകും. നമുക്ക് അറിയില്ല എവിടെ വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, വെച്ച സ്ഥലം തന്നെ നമുക്ക് ഓർമ്മയില്ല, എപ്പോഴാണ് വന്നത് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും നമ്മളത്. അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ട് നല്ലൊരു വുഡിൻ്റെ കീ ഹോൾഡറാണ് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡിസൈനും കാര്യങ്ങളൊക്കെ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് നമുക്ക് എവിടെ വെക്കാമെന്ന് അറിയാം. നമ്മൾ ശരിക്കും കയറി വരുന്നില്ല, ഡോറിൻ്റെ അടുത്ത് വെക്കണം കേട്ടോ. ഡോറിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ചാവിയൊക്കെ കീയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ചിട്ട് വീടിൻ്റെതാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുന്നിടത്ത് തന്നെ വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഡോറിൻ്റെ അടുത്ത് കാണുന്നിടത്ത് എവിടെയെങ്കിലും പെട്ടെന്ന്
പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന ആ പൊസിഷനില്ലേ ആ കാണടുത്ത് വെക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അങ്ങനത്തെ ഒരു നല്ല റൈറ്റാണ് ഇത്തവണ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് കേട്ടാൽ ഞങ്ങൾക്ക് നെട്ടും. അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. 113 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഫ്രീ ഡെലിവറിയാണ്. എന്തിന് നിങ്ങൾക്ക് എവിടെ പോകണം, ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടണമെങ്കിൽ എവിടെ പോകണം നിങ്ങൾക്ക് ശരിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് 100 രൂപയാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് എന്തായാലും മേടിക്കുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവരാണെന്നുള്ളത് വെച്ചാൽ എന്തായാലും ഇപ്പം തന്നെ ബൈ ചെയ്തോളി. അടിപൊളിയുള്ള സംഭവമുണ്ട്. പിന്നെ ഇത് ചുമരുമലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ആണില്ലേ, അതൊക്കെ അവർ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പേടിക്കാനുള്ള അതിന് നമ്മൾ ഓടിപ്പോവേ ഇനി അത് പേടിക്കാൻ പോവുകയൊന്നും വേണ്ട. സെപ്പറേറ്റ് ഒന്നും പോകണമല്ല. നല്ല ഡിസൈനും കാര്യമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. മസ്റ്റ് ബൈ ആണ്. എന്തായാലും ഒന്ന് മേടിച്ച് വെക്കാൻ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ള, നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പറയാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോക്ക് എന്തെങ്കിലും റേറ്റോ കാര്യമോ മെറ്റീരിയലോ ഒക്കെ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതിട്ട്. നമ്മൾ പറഞ്ഞു തരുന്നതാണ്. DM നമ്മൾ എന്തായാലും വരും. അവളൊന്ന് ചോദിച്ചാൽ മതിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അത് കാരണം ഇപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ബ്രൗൺ കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത്. നല്ല അടിപൊളിയില്ലേ, നല്ല രസമല്ലേ കാണാൻ. ഒരു ക്യൂട്ടാണല്ലേ. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവാം. ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് വാവെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതപ്പം റെഡി ആയിക്കോട്ടോ. വാവെന്ന് പറയാനായിട്ട് നല്ലൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഗ്ലാസ് ഓയിൽ ബോട്ടിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഭംഗികേടാണോ എന്നറിയില്ല. മൊത്തത്തിലൊരു ഡിമ്മായി രാത്രി കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ. അതൊരു ഡിമ്മായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഓയിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും ഇതൊക്കെ വെളിച്ചെണ്ണ ഓയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഒരു പൊട്ടുന്ന കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇതില്ലേ അടുപ്പ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഇതാക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി ഉണ്ടാക്കാനല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തൊക്കെ ക്യൂട്ടല്ലേ, എന്തൊരു ഭംഗിയുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത്. പേക്ക് ഓഫ് 2 ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയാൻ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും ഒക്കെ വരുന്നത് 10 cm ആണ് കേട്ടോ. പിന്നെ 500 ml ബോട്ടിലാണ്. 176 രൂപ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. എന്തായാലും മേടിച്ച് വെക്കാൻ പറ്റും. എനിക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഗ്ലാസ് ബോട്ടിലല്ലേ. അത്യാവശ്യം റേറ്റ് ഇതിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല അഫോർഡബിളും ആണ്. പിന്നെ ഇപ്പം ഓഫർ പ്രൈസ് 170 കേട്ടോ. ഓഫർ പ്രൈസ് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കുറച്ച് കിട്ടും നിങ്ങൾക്ക്. പിന്നെ മൂടി തുറന്നാൽ ഇതുപോലെ ഇങ്ങനെ ആയിക്കിട്ടുണ്ടാവുക നമുക്കിവിടെ ബോട്ടിൽ കിട്ടുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇനി കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ തിരക്കിട്ട് മറ്റേ സാധാ ബോട്ടിലൊക്കെ ചെയ്യുമ്പം തിരക്കിട്ടെടുക്കുമ്പോൾ കൂടുതൽ ഓയിലാവും, കുറവാവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. എനിക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എണ്ണയും ഓയിലൊക്കെ എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ അടുപ്പും കാര്യമൊക്കെ പൊള്ളിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഇതൊക്കെ ഞാൻ ഒന്നിൽ വെളിച്ചെണ്ണയും ഒന്നിൽ ഓയിലും ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ്ടോ, നിങ്ങളെ ബാധിക്കുന്നതല്ലാന്ന് എനിക്കറിയാം. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടും, ഉറപ്പാണ്. കൂടുതൽ ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് 2 എണ്ണത്തിന് ആവശ്യമുള്ളൂ. അത്യാവശ്യം ഒരു ആവശ്യം 2 എണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. കൂടുതലൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നല്ലൊരു
അടിപൊളി ഒരു കണ്ടെയ്നറാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. അടിപൊളി വെച്ചാൽ അടിപൊളി കേട്ടോ. അതിൻ്റെ കളറും അതിൻ്റെ കോംബോ ഒക്കെ നോക്കിയാൽ എന്ത് ലുക്കല്ലേ കാണാനായിട്ട്, ഇത്ര ക്യൂട്ടാണ്. അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടെയ്നർ 4 പീസ് ഉണ്ട് കേട്ടോ. 4 പീസായിട്ടാണ് വരുന്നത്. പിന്നെ അവർ പറഞ്ഞതിൽ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നറാണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പൊടികളോ ഐറ്റംസൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെങ്കിൽ എടുത്ത് യൂസാക്കാൻ പറ്റും. അവരൊക്കെ അതൊക്കെ എക്സ്ട്രായിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ വേണമെങ്കിൽ യൂസാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് തന്നെ ശരിക്കും സ്റ്റൈലിഷ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലുക്ക്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ഓരോ ബോക്സും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. നോക്കി അതിൻ്റെ ഡിസൈനും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മൂടിയാണെങ്കിലും ഒക്കെ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ശരിക്കും എനിക്ക് അതിൻ്റെ ഹൈലൈറ്റിൻ്റെ അതിൻ്റെ ഭയങ്കര ഇഷ്ടമായത് അതിൻ്റെ കളറാണ് കേട്ടോ. നല്ലൊരു കളറല്ലേ, എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിന് ഓരോന്നും സെറ്റ് ചെയ്തത് എന്ത് ഭംഗിയിൽ നോക്കി, ഓരോ മൂടികളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടില്ല, ഭയങ്കര ക്യൂട്ടാണ്. എന്തായാലും മസ്റ്റ് ബൈ ആണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് പ്രൈസ് ലോലാണിത് കൊടുക്കുന്നത്. ഇത് ഓഫറിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്തോളി, എനിക്ക് വേർത്താണ്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. 4 പീസസ് ഉണ്ട്. 50 ഗ്രാം ജാറ് വരുന്നത്. ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ചോക്ലേറ്റ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഒക്കെ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത് കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എനിക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. എന്തായാലും ബൈ ആക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് അല്ലാണ്ട് 175 രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ 164 രൂപ മാത്രമേ ഉള്ളൂ. എന്തായാലും ഓടിപ്പോയി വേഗം വാങ്ങിക്കോളി. നമ്മളെ കിച്ചൺ ഒന്ന് സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ ഒന്ന് ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഇനി നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. സ്ലിം റാക്ക് അല്ലെങ്കിൽ ഷെൽഫ് ഒക്കെ പറയാം. നമുക്ക് ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ ബാത്റൂമിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. കാരണം എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ നമുക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഷെൽഫ് കാണാനായിട്ട്. പിന്നെ അതിനുള്ളിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇത് വെച്ചതാണ് കേട്ടോ, ഒരു വാൾപേപ്പർ വെച്ചതാണ്. അങ്ങനെ കാണാൻ ജസ്റ്റ് അതിലൊന്ന് അയക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. വൈറ്റ് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. കളർഫുൾ ഉണ്ട് കേട്ടോ, പല കളറിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ്. അതുകൊണ്ട് ഡാമേജും കാര്യങ്ങളൊന്നും വൃത്തികേടും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വാൾപേപ്പറൊക്കെ വെച്ച് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിങ് പറയാനായിട്ട് നമുക്ക് കിച്ചണിലോട്ടാണ് മെയിനായിട്ട് ഇത് യൂസ്ഫുൾ ആവുക. അല്ലല്ലോ, എല്ലായിടത്തും ഒരുപോലെ തന്നെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. കാരണം ബെഡ്റൂമിലൊക്കെ വെച്ചാൽ നമുക്ക് മേക്കപ്പിൻ്റെ സാധനങ്ങളാണെങ്കിലും അല്ലെ ഏത് ഇതാണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ റൂമിൻ്റെ കിടക്കുന്ന ബെഡിൻ്റെ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബെഡിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനും ഇതാക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റാക്ക് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ നമുക്ക് കുപ്പികളൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടേക്ക് ബോട്ടിലൊക്കെ നമ്മൾ അലങ്കോലാക്കിയിട്ട് എടുക്കുന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെയെന്ന് പറയാനായിട്ട് ഇത് 2 ലെയറായിട്ടാണ് വരുന്നത്. കൂടുതൽ ലെയറും 4 ലെയറും അല്ലെങ്കിൽ 5 ലെയറൊക്കെ വരുന്നതുണ്ട്. അത് വേണമെങ്കിൽ അത് മേടിക്കട്ടെ. നമുക്ക് ഹൈറ്റിലായിട്ട് നല്ലപോലെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ലിം റാക്ക് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അത് രണ്ടെണ്ണം ഒന്ന് ഒതുങ്ങി നിൽക്കും. അത് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ വിട്ടിട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലൊരു ഭംഗിയായിരിക്കും, കാണാനും ക്യൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് വേഗം പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും. നല്ലൊരു ചെറിയൊരു ഹൈറ്റാണ് ഉണ്ടാവുക അതിന്. ഇത് സ്ലിമ്മായിട്ട് ഹൈറ്റിലാണ് വരിക കേട്ടോ സംഭവം. അതാണ് സ്റ്റോർ ചെയ്യാൻ നല്ല സ്റ്റോറേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, വെറുതെ പറയല്ല. ഓക്കെ,
അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7-8ഓളം പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മേടിച്ച് വെക്കുക. നല്ല സാധനങ്ങൾ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. യൂസ് ആക്കിയിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മീഷോയിൽ കുർത്ത സെറ്റ്സിൻ്റെ ഒരുപാട് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതുകൊണ്ട് നമ്മുടെ വിജയം. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നും ചെയ്യാനും ഇതാക്കാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.